കറണ്ട് സിറ്റുവേഷൻ ഓഫ് യുവർ റിലേഷൻഷിപ്പ് എന്നുള്ളതാണ്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ഒരു കറണ്ട് സിറ്റുവേഷൻ ഇപ്പോൾ എങ്ങനെയാണ് എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഇപ്പോൾ കറണ്ട് സിറ്റുവേഷനിലായിക്കോട്ടെ, അല്ലെങ്കിൽ നിങ്ങൾ ഇതുവരെയുള്ള റിലേഷൻഷിപ്പ് ആയിക്കോട്ടെ, നിങ്ങളത് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ഒരുപാട് സ്ട്രഗിൾസ് നേരിടേണ്ടതായിട്ടുള്ള ഒരവസ്ഥയായിട്ട് കാണുന്നുണ്ടായിരുന്നു. നിങ്ങൾ ഇതുവരെ നിങ്ങളുടെ റിലേഷൻഷിപ്പ് എങ്ങനെയാണോ കൊണ്ടുപോയിട്ടുള്ളത്, അതിനാണെങ്കിൽ കൂടിയും നിങ്ങൾ ഒരുപാട് തടസ്സങ്ങൾ നിങ്ങൾ നേരിട്ടിട്ടുണ്ടായിരിക്കാം. അല്ലെങ്കിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്ക് ഇപ്പോൾ പരസ്പരം ഒരു കമ്മ്യൂണിക്കേഷൻ നടത്താൻ പോലും കുറേയധികം തടസ്സങ്ങൾ ഉള്ളതായിട്ട് കാണുന്നുണ്ട്. സോ ഈ ഒരു സമയത്ത് പോലും നിങ്ങൾ ആ ഒരു തടസ്സം എന്താണോ അതൊക്കെ തന്നെ ഒന്ന് മാറി ഭയങ്കര സ്മൂത്ത് ആയിട്ട് തന്നെ റിലേഷൻഷിപ്പ് മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് നിങ്ങൾ. അതുപോലെ തന്നെ ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ നിങ്ങൾ തമ്മിലൂടെ നല്ലതുപോലെ കാണുന്നുണ്ട്. നിങ്ങൾക്ക് ആദ്യമായിട്ട് കണ്ട സമയത്ത് പെട്ടെന്ന് തന്നെ അട്രാക്ഷൻ തോന്നുകയും, അല്ലെങ്കിൽ നേരത്തെ എവിടെയോ കണ്ടതുപോലെയോ പെട്ടെന്ന് തന്നെ നിങ്ങൾ ഒരു ഫ്രണ്ട്സായിട്ട് മാറി അങ്ങനെ റിലേഷൻഷിപ്പിലായതായിരിക്കാം. അതുപോലെ തന്നെ ഇവിടെ കൺട്രോൾ എന്നൊരു കാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഈ ഒരു കാർഡിൻ്റെ എനർജി നോക്കുകയാണെങ്കിൽ ഈ ഒരു സമയത്ത് പോലും നിങ്ങൾ ഒരുപാട് കൺട്രോൾ ചെയ്യുന്നുണ്ട് നിങ്ങളുടെ ഇമോഷൻസിനെയൊക്കെ തന്നെ. നിങ്ങൾക്ക് ഒരുപാട് വിഷമമുണ്ട്. ചിലപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഭയങ്കര ക്ലോസ് ആയിട്ടുള്ള ഫ്രണ്ട്സിനോട് പോലും ഷെയർ ചെയ്യാൻ സാധിക്കാത്ത രീതിയിൽ നിങ്ങൾക്ക് ഈ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ച് നിങ്ങൾക്ക് പറയാനോ ഒന്നും താല്പര്യം ഉണ്ടാവില്ല. അല്ലെങ്കിൽ നിങ്ങൾ മറ്റൊരാളോട് പോലും നിങ്ങളുടെ വിഷമം ഷെയർ ചെയ്യുന്നില്ല എന്നുള്ളതാണ്. സോ അതുകൊണ്ട് തന്നെ നിങ്ങളായിട്ട് തന്നെ ആരോടും പറയാൻ പോലും പറ്റുന്നില്ല. സോ അത്രത്തോളം ഒരു വിഷമം നിങ്ങൾ ഇപ്പോൾ അനുഭവിക്കുന്നുണ്ട്. ഈ ഒരു സമയത്ത് നിങ്ങൾ ആഗ്രഹിക്കുന്നത് ഈ ഒരു റിലേഷൻഷിപ്പിന് ഒരു സക്സസ് ഉണ്ടാവണം. അല്ലെന്നുണ്ടെങ്കിൽ ഈ ഒരു കറണ്ട് സിറ്റുവേഷനിലുള്ള എല്ലാ തടസ്സങ്ങളും മാറിപ്പോയി ഒരു റീബർത്ത് ഉണ്ടാവണം എന്നൊക്കെ നിങ്ങൾ ഒരുപാട് ഈ ഒരു സമയത്ത് ആഗ്രഹിക്കുന്നുണ്ട്. അത്രത്തോളം നിങ്ങളുടെ മനസ്സിൽ ഈ ഒരു റിലേഷൻഷിപ്പ് എങ്ങനെയെങ്കിലും ഒന്ന് നല്ല രീതിയിൽ ഒരു സ്മൂത്ത് ഗോയിങ് ആയിട്ട് തന്നെ പോകണമെന്ന് ഒരുപാട് നിങ്ങളായിക്കോട്ടെ, നിങ്ങളുടെ വ്യക്തി ആയിക്കോട്ടെ ഈ ഒരു സമയത്ത് ആഗ്രഹിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഒരു പാർട്ടിസിപ്പേഷൻ കാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഇവിടെ കാണുന്നുണ്ട്. കുറച്ച് പേർക്കെങ്കിലും ഇതൊരു എക്സ്ട്രാ മെരിറ്റൽ അഫെയർ ആയിരിക്കാം. സൊസൈറ്റി അംഗീകരിക്കാത്ത രീതിയിൽ, ഒരു സമൂഹം മറ്റൊരു വ്യക്തികളാൽ അംഗീകരിക്കാത്ത രീതിയിലുള്ള റിലേഷൻഷിപ്പ് ആയിരിക്കാം. ഇവിടെ നത്തിങ്ലെസ് എന്നൊരു കാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു. നിങ്ങളുടെ ഇപ്പോൾ ഉള്ള റിലേഷൻഷിപ്പിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു കറണ്ട് സിറ്റുവേഷൻ നിങ്ങൾക്കായിക്കോട്ടെ നിങ്ങളുടെ വ്യക്തിക്കായിക്കോട്ടെ ഒരു ശൂന്യതയാണ് ഫീൽ ചെയ്യുന്നത്. കാരണം അവരില്ലാത്ത ഓരോ മൊമെൻറ്റും നിങ്ങൾക്ക് ഭയങ്കര എംറ്റി ആയിട്ടൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. സോ അവർക്കും അങ്ങനെ തന്നെ ആയിരിക്കാം. സോ ഒരു കറണ്ട് സിറ്റുവേഷനിൽ ഭയങ്കര ഒരു ശൂന്യത പോലെ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. മേ ബി നിങ്ങൾ നിങ്ങളുടെ സങ്കടങ്ങളും ഒക്കെ തന്നെ ചിലപ്പോൾ ഷെയർ ചെയ്തുകൊണ്ടിരുന്നതും, അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് വിഷമം വന്നാലും ഒക്കെ തന്നെ നിങ്ങൾ ഓടിച്ചെന്ന് പറയുന്നതും ഒക്കെ തന്നെ ഈ ഒരു വ്യക്തിയോട് ആയിരുന്നിരിക്കണം. അത്രയധികം ചിലപ്പോൾ കെയറിങ് ഒക്കെ തന്നിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കണം. സോ അതുകൊണ്ട് തന്നെ അവരുടെ അഭാവത്തിൽ നിങ്ങളായിക്കോട്ടെ, അല്ലെങ്കിൽ നിങ്ങളുടെ അഭാവത്തിൽ അവർക്കായിക്കോട്ടെ ഒരു എംപ്റ്റി ആയിട്ടൊക്കെ ഫീൽ ചെയ്യാണ്. നത്തിങ്ലെസ് ആയിട്ട് ഭയങ്കര ശൂന്യമായിട്ടൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. ഭയങ്കര ഒരു വിഷമം ഉണ്ടെങ്കിൽ കൂടിയും ആ ഒരു കാര്യം, അല്ലെങ്കിൽ മനസ്സിൽ തോന്നുന്നൊരു വിഷമം മറ്റൊരു വ്യക്തിയോട് പോലും ഷെയർ ചെയ്യാനാവാത്ത രീതിയിൽ, അങ്ങനെ അവർ നല്ല രീതിയിൽ അവർക്ക് ഒരു വിഷമം ഉള്ളതായിട്ട് ഇവിടെ കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ കിട്ടിയിട്ടുണ്ടായിരുന്ന പേഷ്യൻസ് ഒരു കാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ റീബർത്ത് എന്നുള്ളൊരു കാർഡും കിട്ടിയിട്ടുണ്ടായിരുന്നു. ഈ രണ്ട് കാർഡിൻ്റെ എനർജി നോക്കുകയാണെങ്കിൽ നിങ്ങൾ ഇപ്പോഴും ആ ഒരു വ്യക്തിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ടായിരിക്കാം. ഒരു പേഷ്യൻസോട് കൂടി തന്നെ നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരിക്കാം. സോ ഡെഫിനറ്റ്ലി ഒരു റീബർത്ത് ഈ ഒരു റിലേഷൻഷിപ്പിൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് ലാസ്റ്റായിട്ട് കിട്ടിയിട്ടില്ല റീബർത്ത് എന്നുള്ളൊരു കാർഡിൽ നിന്ന് പറയാൻ സാധിക്കുന്നത്. ഇപ്പോൾ കറണ്ട് സിറ്റുവേഷനിൽ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിലും ഈ ഒരു ഈ ഒരു സ്റ്റക്നെസ് ഒക്കെ തന്നെ മാറാനുള്ളൊരു പോസിബിലിറ്റി ഇവിടെ കാണുന്നുണ്ട്. റീബർത്ത് എന്നുള്ളൊരു കാർഡാണ് ഇവിടെ കിട്ടിയിട്ടുള്ളത്. സോ അതുകൊണ്ട് തന്നെ എന്തൊക്കെ സ്റ്റക്നെസ് ഈ ഒരു റിലേഷൻഷിപ്പിൽ ഇപ്പോൾ നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ട്, എന്ത് കാര്യത്തിനാണോ നിങ്ങൾ ഒരുപാട് വിഷമിക്കുന്നത്, സോ ആ ഒരു കാര്യങ്ങളൊക്കെ തന്നെ മാറിപ്പോകുന്നതായിട്ടും ഒരു റീബർത്ത് റിലേഷൻഷിപ്പിൽ ഉണ്ടാവുന്നതായിട്ടും ഇവിടെ മനസ്സിലാവുന്നുണ്ട്. ഓക്കെ, ഇവിടെ നിങ്ങൾക്കായിട്ട് യൂണിവേഴ്സൽ മെസ്സേജസ് എന്താണ് കിട്ടുന്നത് എന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു. സോ അപ്പോൾ കിട്ടിയിട്ടുണ്ടായിരുന്ന 4 മെസ്സേജസ് ആണ്. യു ആർ ഗുഡ് ഇനഫ്, അതുപോലെ തന്നെ ഇറ്റ്സ് ടൈം ടു ടേക്ക് ആക്ഷൻ, അതുപോലെ തന്നെ പ്രോസ്പെരിറ്റീസ് ലൈസ് എ ഹെഡ്, സ്റ്റെപ്പ് ഔട്ട് ഓഫ് യുവർ കംഫോർട്ട് സോൺ. നിങ്ങൾ 4 കാർഡ്സാണ് ഇവിടെ കിട്ടിയിട്ടുണ്ടായിരുന്നത്. 4 മെസ്സേജസ് ആണ് നിങ്ങൾക്ക് യൂണിവേഴ്സിൽ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അത് തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നത് യു ആർ ഗുഡ് ഇനഫ് എന്നുള്ളതാണ്. നിങ്ങൾ ഭയങ്കര സെൻസിറ്റീവായിട്ടുള്ള, അല്ലെങ്കിൽ ഭയങ്കര ജെനുവിൻ ആയിട്ടുള്ളൊരു വ്യക്തിയാണ്. സോ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ സ്നേഹം അത്രത്തോളം പ്യുവറാണ്. നിങ്ങൾ ആ ഒരു വ്യക്തിക്ക് കൊടുത്തിട്ടുള്ള സ്നേഹത്തിൽ യാതൊരു തരത്തിലുള്ള കള്ളത്തരങ്ങളോ ഒന്നും തന്നെയില്ല. നിങ്ങൾ ഭയങ്കര ജെനുവിൻ ആയിട്ട് തന്നെയാണ് ഈ റിലേഷൻഷിപ്പിൽ നിൽക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് യൂണിവേഴ്സിൽ നിന്നും പ്രിയപ്പെട്ട ഒരാളാണ് നിങ്ങളെന്നാണ് പറയുന്നത്. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്താണോ ഈ ഒരു സമയത്ത് വിഷമിക്കുന്നത്, എന്തിനു വേണ്ടിയിട്ടാണോ വിഷമിക്കുന്നത്, എന്തിനു വേണ്ടിയിട്ടാണോ ദിവസവും പ്രാർത്ഥിക്കുന്നത്, ആ ഒരു കാര്യം നിങ്ങളുടെ ലൈഫിലേക്ക് എന്തായാലും വന്നെത്തുന്നത് തന്നെയാണ് ഇവിടെ മനസ്സിലാവുന്നത്.
അതുപോലെ തന്നെ നിങ്ങൾ ആഗ്രഹിച്ച രീതിയിലൊരു പ്രോസ്പെരിറ്റി നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നുണ്ട് എന്ന് തന്നെയാണ് ഇവിടെ കിട്ടിയിട്ടുള്ള രണ്ടാമത്തെ മെസ്സേജിൽ നിന്ന് പോലും മനസ്സിലാവുന്നത്. അതുപോലെ തന്നെ ഇവിടെ ഇറ്റ്സ് ടൈം ടു ടേക്ക് ആക്ഷൻ എന്നുള്ള ഒരു മെസ്സേജ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ഒരു ആക്ഷൻ എടുക്കാനായിട്ടുള്ള ഒരു റൈറ്റ് ടൈമാണ്, ഒരു ഡിവൈൻ ടൈം ആയിരിക്കാം ഈ ഒരു സമയം. സോ അതുകൊണ്ട് തന്നെ നിങ്ങളായിക്കോട്ടെ അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തി ആയിക്കോട്ടെ ഈ റിലേഷൻഷിപ്പിൽ ഒരു ഡിസിഷൻ എടുക്കാനായിട്ട് മുന്നിട്ടിറങ്ങുന്നതായിട്ട് അല്ലെങ്കിൽ അത്തരം ഒരു എനർജിയാണ് ഇവിടെ കിട്ടുന്നത്. ഈ ഒരു സമയം എന്ന് പറയുന്നത് ഒരു ഡിവൈൻ ടൈമാണ്. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾക്കൊരു ആക്ഷൻ എടുക്കാൻ പറ്റിയൊരു സമയമാണ് എന്നുള്ള രീതിയിലുള്ള ഒരു മെസ്സേജ് ആയിരുന്നു. അതുപോലെ ഇവിടെ ലാസ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുള്ള ഒരു മെസ്സേജ് എന്ന് പറയുന്നത് സ്റ്റെപ്പ് ഔട്ട് ഓഫ് യുവർ കംഫോർട്ട് സോൺ എന്നുള്ളൊരു മെസ്സേജ് ആയിരുന്നു. നിങ്ങളുടെ ഒരു കംഫോർട്ട് സോണിൽ നിന്ന് നിങ്ങൾ പുറത്തേക്ക് കിടക്കേണ്ട ഒരു ടൈം ആയിട്ടുണ്ട്. അതായത് നിങ്ങളുടെ ലൈഫിൽ ഇപ്പോൾ ഒരുപാട് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടായിരിക്കും. ഒരുപാട് നെഗറ്റീവായിട്ടുള്ള എനർജി ആയിരിക്കാം നിങ്ങൾ ചിലപ്പോൾ ഈ ഒരു വ്യക്തിയിൽ തന്നെ ഓർത്തിട്ട് അങ്ങനെ ഇരുന്ന് നിങ്ങൾക്ക് ചിലപ്പോൾ മറ്റ് പല കാര്യത്തിലും സന്തോഷം കണ്ടെത്താനുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ചുറ്റിനും ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾ അതിലൊന്നും തന്നെ ഫോക്കസ്ഡ് ആവാണ്ട് പല വിഷമങ്ങളിലും ഇങ്ങനെ നെഗറ്റീവായിട്ടുള്ള ഒരു എനർജിയിലാണ് നിങ്ങളിരിക്കുന്നത്. സോ ആ ഒരു കംഫോർട്ട് സോണിൽ നിന്ന് നിങ്ങൾ പുറത്ത് കിടക്കേണ്ട ഒരു ടൈം ആയിട്ടുണ്ട്. ആ ഒരു കാര്യമാണ് ഓവറോൾ റീഡിങ്ങിലാണെങ്കിലും പറയാൻ സാധിക്കും. നിങ്ങൾ നിങ്ങളുടെ ഒരു കംഫോർട്ട് സോണിൽ നിന്ന് അല്ലെങ്കിൽ ഇപ്പോൾ ഉള്ള ഒരു ബാഡായിട്ടുള്ള ഒരു നെഗറ്റീവായിട്ടുള്ള ആ ഒരു വൈബിൽ നിന്ന് നിങ്ങൾക്ക് പുറത്തേക്ക് ഇറങ്ങേണ്ട ഒരു സമയമായിട്ടുണ്ട്. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ ആ ഒരു കംഫോർട്ട് സോണിൽ ഇരിക്കാണ്ട് അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങുക എന്നുള്ള ഒരു മെസ്സേജ് കൂടിയാണ് ഇവിടെ കിട്ടുന്നത്. അതുപോലെ തന്നെ നിങ്ങളുടെ ലൈഫിൽ എന്ത് നെഗറ്റീവായിട്ടുള്ളൊരു സിറ്റുവേഷൻ ആണെങ്കിലും നിങ്ങൾ അതിൽ തന്നെ ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യം കണ്ടെത്താൻ ശ്രമിക്കുക. ഒരു നെഗറ്റീവായിട്ടുള്ള കാര്യം ലൈഫിൽ വന്നെങ്കിൽ തന്നെയും അതുകൊണ്ട് തന്നെ ലൈഫ് എൻഡായി അല്ലെങ്കിൽ ഇനി ഒരു പ്രതീക്ഷ ഒരു ഹോപ്പ് ഒന്നിനും ഇല്ല എന്നുള്ള രീതിയിൽ ചിന്തിക്കാണ്ട് ഏതൊരു നെഗറ്റീവ് സിറ്റുവേഷനിലും ഒരു എക്സ്പെക്റ്റേഷൻ വെക്കുക. ഇങ്ങനെയല്ല അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലായിട്ട് നിങ്ങൾക്ക് ആ ഒരു മീൻസ് ഒരു റിക്കവറി ഉണ്ടാവും എന്നൊക്കെയുള്ള രീതിയിൽ അങ്ങനെ ചിന്തിക്കുക. അല്ലെങ്കിൽ പോസിറ്റീവായിട്ട് തന്നെ എപ്പോഴും ചിന്തിക്കാൻ ശ്രമിക്കുക. ഓവർ തിങ്ക് ചെയ്യുന്നത് ഒഴിവാക്കുക. ഒരു കാര്യത്തെക്കുറിച്ച് വീണ്ടും വീണ്ടും ആലോചിച്ച് ഇല്ലാത്ത കാര്യങ്ങൾ വീണ്ടും ആലോചിച്ച് ഒരു മീൻസ് നിങ്ങൾ തന്നെ ആയിട്ട് ഇങ്ങനെ ഓവർ തിങ്ക് ചെയ്ത് പിന്നെ ഒരു നെഗറ്റീവ് എനർജി വരുത്താണ്ടിരിക്കുക. ഓക്കെ, നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്ത് വരുന്ന ക്ലൂസ് എന്താണ് എന്ന് കൂടി നമുക്കൊന്ന് നോക്കാം. ഇവിടെ ആദ്യം തന്നെ കിട്ടിയിട്ടുള്ളൊരു ക്ലൂ എന്ന് പറയുന്നത് ലെറ്റർ ആർ ആണ്. ലെറ്റർ ആർ കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ 11 എന്നൊരു നമ്പർ കിട്ടിയിട്ടുണ്ടായിരുന്നു. ബ്ലാക്ക് കളർ എന്നുള്ളൊരു ക്ലൂ കിട്ടിയിട്ടുണ്ട്. നവംബർ മന്താണ് നെക്സ്റ്റ് കിട്ടിയിട്ടുള്ളത്. നവംബർ മന്ത് കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ലെറ്റർ ഡി കിട്ടിയിട്ടുണ്ട്. ലെറ്റർ എസ് കിട്ടിയിട്ടുണ്ട്. നെക്സ്റ്റ് ഇവിടെ കിട്ടിയിട്ടുള്ളത് ലെറ്റർ ജെ ആണ്. ലെറ്റർ ജെ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, സ്മൈൽ എന്നുള്ളൊരു ക്ലൂ കിട്ടിയിട്ടുണ്ട്. മേ ബി നിങ്ങളുടെ സ്മൈൽ ഒരുപാട് ഇഷ്ടമായിരിക്കും നിങ്ങളുടെ വ്യക്തിക്ക്, അല്ലെങ്കിൽ നിങ്ങൾക്ക് അവരുടെ സ്മൈൽ ഇഷ്ടമായിരിക്കും. ഓക്കെ, നെക്സ്റ്റ് ഇവിടെ കിട്ടിയിട്ടുള്ളത് ദിസ് മന്ത് എന്നുള്ളൊരു ക്ലൂ ആണ് കിട്ടിയിട്ടുള്ളത്. മേ ബി ഈ ഒരു മാസം തന്നെ നിങ്ങളുടെ ലൈഫിലൊരു അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിന് എന്തെങ്കിലും ഒരു മാറ്റം വരാനുള്ള ഒരു സാധ്യതയായിരിക്കാം. നമ്പർ 43 കിട്ടിയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ലെറ്റർ എസ് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇവിടെ കിട്ടിയിട്ടുള്ള ഒരു ക്ലൂ എന്ന് പറയുന്നത് ക്രേസ് ഓൺ വെഹിക്കിൾ എന്നുള്ളതാണ്. എന്തെങ്കിലും ഒരു പ്രത്യേക വാഹനങ്ങളോടൊക്കെ ക്രേസ് ഉള്ള വ്യക്തികളായിരിക്കാം. ഷോർട്ട് ഹെയർ എന്നുള്ള ഒരു ക്ലൂ കിട്ടിയിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്കോ നിങ്ങളുടെ വ്യക്തിക്കോ ഷോർട്ട് ഹെയർ ആയിരിക്കാം. ഓക്കെ, നെക്സ്റ്റ് ഇവിടെ കിട്ടിയിട്ടുള്ള ഒരു ക്ലൂ എന്ന് പറയുന്നത് ഏപ്രിൽ മന്ത് ആണ്. ഏപ്രിൽ മന്ത് കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ 28 എന്നുള്ളൊരു നമ്പർ കിട്ടിയിട്ടുണ്ട്. 37 എന്നുള്ള നമ്പറും കിട്ടിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, ടൈഡപ്പ് എന്നുള്ളൊരു ക്ലൂ ആണ് ഇവിടെ കിട്ടിയിട്ടുള്ളത്. മേ ബി നിങ്ങളോ നിങ്ങളുടെ വ്യക്തിയോ ഇപ്പോൾ ടൈഡപ്പ് ആയിട്ടുള്ള സിറ്റുവേഷനിലായിരിക്കാം. ഓക്കെ, നെക്സ്റ്റ് ഇവിടെ കിട്ടിയിട്ടുള്ളത് റെഡ് കളറാണ്. റെഡ് കളർ ഫേവറേറ്റ് കളറായിരിക്കാം. ലെറ്റർ എൽ കിട്ടിയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ലെറ്റർ യു കിട്ടിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, നെക്സ്റ്റ് ഇവിടെ കിട്ടിയിട്ടുള്ളത് ടാറ്റു ആർട്ട് എന്നുള്ളതാണ്. ടാറ്റു ആർട്ടൊക്കെ ഇഷ്ടമുള്ളവരായിരിക്കാം, അല്ലെങ്കിൽ ടാറ്റു ആർട്ടൊക്കെ കൈകളിലൊക്കെ ചെയ്തിട്ടുള്ളവരായിരിക്കാം. ലാസ്റ്റായിട്ട് ഇവിടെ കിട്ടിയിട്ടുള്ള ഒരു ക്ലൂ എന്ന് പറയുന്നത് ലെറ്റർ കെ ആണ് കേട്ടോ. ലാസ്റ്റായിട്ട് ഇവിടെ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങൾ റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്ത് വരുന്ന ക്ലൂസ് ആയിട്ട് ഇവിടെ കിട്ടിയിട്ടുണ്ടായിരുന്നത്.